ചാരിറ്റിയുടെ മറവിൽ സൈബർ തട്ടിപ്പ്. കൊടുങ്ങല്ലൂർ എറിയാട് സ്വദേശിയായ അബ്ദുൾ റഹ്മാൻ എന്ന 70 വയസ്സുകാരന്റെ പരാതിയിൽ 22 ലക്ഷത്തോളം രൂപ തട്ടിച്ചതിന് കോഴിക്കോട് അവാല സ്വദേശിയായ മന്നമാൾ വീട്ടിൽ മൊയ്തുമകൻ ലത്തീഫ് എന്ന 44 വയസ്സുകാരനെ ഇരിങ്ങാലക്കുട സൈബർ പോലീസ് അറസ്റ്റ് ചെയ്തു. പ്രതി നാദിർ ഷാൻ എന്ന പ്രവാസിയായ യുവതിയാണെന്നും നിരന്തരമായി ഫേസ്ബുക്കിലൂടെ സന്ദേശങ്ങൾ കൈമാറി അബ്ദുൾ റഹ്മാനെ വിശ്വാസത്തിലെടുത്ത് അബ്ദുൾ റഹ്മാന്റെ ചാരിറ്റി പ്രവർത്തനത്തിനുള്ള താൽപര്യം മനസ്സിലാക്കി തന്റെ 11 വയസ്സുള്ള മകൾക്ക് ബ്ലഡ് ക്യാൻസർ ആണെന്നും ഗൾഫിലുള്ള ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും 20 ലക്ഷം രൂപയോളം ഇപ്പോൾ തന്നെ ചിലവായിട്ടുണ്ടെന്നും തന്റെ പ്രിയപ്പെട്ട മകളെ രക്ഷിക്കുന്നതിന് സഹായിക്കണമെന്നും ഗഡുക്കളായി തിരിച്ചു തരാമെന്നും അബ്ദുൾ റഹ്മാനോട് ആവശ്യപ്പെട്ടപ്പോൾ റഹ്മാൻ 15 ലക്ഷത്തോളം രൂപ വിവിധ തവണകളിലായി ഗൂഗിൾ പേ വഴി ട്രാൻസ്ഫർ ചെയ്തു നൽകി. തുടർന്ന് ഇയാൾ തന്റെ കെണിയിൽ വീണെന്ന് മനസ്സിലാക്കിയ പ്രതി നാദിർ ഷാന്റെ അനുജത്തിയുടെ ഭർത്താവായ ലത്തീഫാണെന്ന് പരിചയപ്പെടുത്തുകയും ലത്തീഫിനും ക്യാൻസർ ആണെന്നും കോഴിക്കോട് ആസ്റ്റർ ഹോസ്പിറ്റലിൽ ചികിത്സയിലാണെന്നും പറഞ്ഞ് വിശ്വസിപ്പിച്ച് 8 ലക്ഷത്തോളം രൂപ വിവിധ തവണകളിലായി ഇയാളിൽ നിന്നും വാങ്ങി. പിന്നീട് സുഹൃത്തുക്കളുടെയും ബന്ധുക്കളുടെയും പേരിൽ വ്യാജമായി എടുത്ത സിം കാർഡുകൾ ഉപയോഗിച്ച് അബ്ദുൾ റഹ്മാനെ വിവിധ വ്യാജ പേരുകളിൽ വിളിച്ച് വീണ്ടും പണം ആവശ്യപ്പെട്ടപ്പോഴും താൻ മാസങ്ങളായി അയച്ചുകൊടുത്ത പണം തിരികെ ചോദിച്ചപ്പോൾ ലഭിക്കാതെ ആയപ്പോഴാണ് താൻ ചതി ചെയ്യപ്പെട്ടു എന്ന് മനസ്സിലാക്കിയതും ഇരിങ്ങാലക്കുട സൈബർ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നതും. തുടർന്ന് ഇരിങ്ങാലക്കുട സൈബർ പോലീസ് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു. സൈബർ പോലീസ് ഫേസ്ബുക്ക് വഴിയും ഗൂഗിൾ പേ വഴിയും ബാങ്ക് ട്രാൻസാക്ഷൻ വഴിയും വിവിധ സിം കാർഡ് കോളുകൾ വഴിയും സമഗ്ര അന്വേഷണം നടത്തിയതിലൂടെയാണ് പ്രതി അബ്ദുൾ ലത്തീഫ് അറസ്റ്റിലാകുന്നത്. കോഴിക്കോട് സ്വദേശിയായ ഇയാൾ ഫേസ്ബുക്കിൽ നിന്നും ലഭിച്ചിട്ടുള്ള സ്ത്രീകളുടെ ചിത്രങ്ങളെടുത്ത് 8ഓളം വ്യാജ ഫേസ്ബുക്ക് അക്കൌണ്ടുകൾ ഉപയോഗിച്ചു വരുന്നതാണെന്നും വിവിധ ചാരിറ്റി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നവരുടെ പ്രൊഫൈലുകൾ നിരീക്ഷിച്ച് അവരുമായി ബന്ധപ്പെട്ടാണ് തട്ടിപ്പ് നടത്തിവന്നിരുന്നത്. പോലീസ് പരിശോധനയിൽ പ്രതിക്ക് വിവിധ ബാങ്കുകളിലായി ബന്ധുക്കളുടെയും സുഹൃത്തുക്കളുടെയും പേരിൽ 6ഓളം ബാങ്ക് അക്കൌണ്ടുകളുണ്ടെന്നും 10ലധികം സിം കാർഡുകളുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട്. പ്രതിക്ക് രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി അന്വേഷണം നടത്തിവരുന്ന സമാനമായ സൈബർ തട്ടിപ്പുമായി ബന്ധമുണ്ടോ എന്ന് സൈബർ പോലീസ് പരിശോധിച്ചു വരികയാണ്. ലത്തീഫിനെ കോഴിക്കോട് കുറ്റിയാടി പോലീസ് സ്റ്റേഷനിൽ 2021 ഒരു അടിപിടി കേസും മേപ്പയൂർ പോലീസ് സ്റ്റേഷനിൽ 2021 ഗവൺമെന്റ് സർവന്റിന്റെ കൃത്യനിർവഹണത്തിൽ തടസ്സം വരുത്തിയ കേസും 2022 ഒരു കളവ് കേസും തീവെപ്പ് കേസുമായി 4 ക്രിമിനൽ കേസുകളിലെ പ്രതിയാണ്. തൃശൂർ റൂറൽ പോലീസ് മേധാവി ബി കൃഷ്ണകുമാർ IPSന്റെ നിർദ്ദേശപ്രകാരം സൈബർ പോലീസ് സ്റ്റേഷൻ ഇൻസ്പെക്ടർ വർഗീസ് അലക്സാണ്ടറാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. അന്വേഷണ സംഘത്തിൽ SI സൂരജ്, SI ബെന്നി, SI അശോകൻ, ASI അനൂപ്, സച്ചിൻ, വിപിൻ എന്നിവരുമുണ്ടായിരുന്നു.